ഹല്ലേലൂയ. മഹത്വത്തിന് സാന്നിധ്യമെന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്കൊന്നു ചേർന്ന് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, 47-ാം സങ്കീർത്തനം 7-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുകയാണ്, ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ പാടി സ്തുതിക്കുവിൻ. അല്പസമയം ദൈവ സാന്നിധ്യത്തിന്റെ തണലിലായിരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ മനം തുറന്ന് പാടി മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളുടെയും സമ്പൂർണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് നമുക്ക് ഏൽപ്പിക്കാം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ശക്തിയോടെ പരിവർത്തിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ മഹത്വമായി കടന്നു വന്നിരിക്കുകയാണ്. ഏറെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുക. ഭവനങ്ങളിലായിരിക്കുന്നവരെല്ലാം വലിയ വിശ്വാസത്തോടെ പരസ്പരം കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട ഒരു സ്നേഹ സമൂഹമായി, ഒരു കുടുംബമായി നമ്മുടെ നാഥന്റെ മുൻപിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാ ജോലി തിരക്കും പണി തിരക്കൊക്കെ മാറ്റിവെച്ച് ഈ ശുശ്രൂഷയുടെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേൽ ശക്തിയോടെ ഇറങ്ങി വരാനായിട്ട് പോവുകയാണ്. എല്ലാ അടിമത്ത കെട്ടുകളെയും പൊട്ടിച്ച് എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് ദൈവവചനത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. എസെക്കിയേൽ പ്രവാചകനെ ദൈവം ആത്മനദിയിലൂടെ വ്യത്യസ്തമായ അഭിഷേക നിറവിൽ നയിച്ചതുപോലെ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവാകുന്ന ആത്മനദിയിലൂടെ സ്വർഗം നയിക്കാൻ പോവുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ അഭിഷേകം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് സ്തുതിച്ചു മാത്രപ്പെടുത്താം. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി എല്ലാവരും ചേർന്ന് ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ അഭിഷേകത്തോടെ പാടുകേ. ആത്മനദി പകരുക. അവനൊഴുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഈ ആത്മനദിയിലൂടെ ഞങ്ങൾ നയിക്കണമേ. അഭിഷേകം നിറവിൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി കത്തിച്ചൊലിക്കുന്ന ആത്മാക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. വരിക പരിശുദ്ധാത്മാവേ, ഈ നിയോഗത്തിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു അഭിഷേകം പകരണമേ. ഒരു പുത്തൻ അഭിഷേകത്താൽ പുതിയ ശക്തിയാൽ അനേകായിരങ്ങളെ നിറയ്ക്കണമേ. ആത്മനദി എന്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ, അഭിഷേകത്തോടെ പാടുകേ. അനേകരെ കടന്ന് നിറച്ചുകൊണ്ടിരിക്കുക. കെട്ടുകളെ പൊട്ടിക്കണമേ, ബന്ധനങ്ങളെ തകർക്കണമേ. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. അത്യന്ത ശക്തിയാലൻ കൂടാരം പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. എല്ലാവരും ഒന്ന് ചേർന്ന് ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനാ അവളോടെ ഞാനും കാത്തിരുന്നപ്പോൾ, പിതാവേ പകരണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഓരോ ഭവനങ്ങളെ നിറയ്ക്കണമേ.
വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ, ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ഇരു കരങ്ങളും കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഈ ആത്മനദിയുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നിറയപ്പെടുവാൻ പ്രിയമുള്ളവരെ ദാഹിച്ചു പ്രാർത്ഥിച്ച്, ആരൊക്കെ ദാഹിക്കുന്നുവോ അവരെ ഈ സമയം കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, ഇത് അഭിഷേകത്തിന്റെ മണിക്കൂറുകളാണ്. ഇത് അനേകം രോഗികളിലേക്ക് പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന് അഭിഷേകമായി കടന്നു വരികയാണ്. വർഷങ്ങളായി മാറാ രോഗങ്ങളുമായി വേദനിച്ചിരിക്കുന്ന അനേകം മക്കളെ ഈ സമയം കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗഖ്യമാക്കണമേ, സൗഖ്യത്തിന് കരം നീട്ടണമേ, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ കർത്താവേ അനേകരെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പൊന്നു പരിശുദ്ധാത്മാവേ വരിക, രോഗികളിലേക്ക് വരിക, മാനസികമായി തകർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് വരിക. ഓ ഒരുപാട് ദുഃഖ ദുരിതത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക് വരിക. Come Holy Spirit, release. ബന്ധനങ്ങൾ പൊട്ടട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, ശത്രുവായ പിശാചിന്റെ അന്യായ ഭാരങ്ങൾ നീങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി മനം തുറന്ന് സ്വരമുയർത്തി യേശുവിനെ വിളിക്കും മക്കളെ, യേശുവിനെ വിളിക്കേ. ഇത് സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നു, ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളെ സ്പർശിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, ദൈവവചനത്തിന്റെ ശക്തിയാ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിനാൽ ദൈവരാജ്യത്തിനായി ഞങ്ങളെ കത്തിച്ചൊലിപ്പിക്കുക. നന്ദി, നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. എല്ലാവരും ചേർന്ന് പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം, അനുനിമിഷം പകർന്നു തുടങ്ങി, അനുനിമിഷം പകർന്നു തുടങ്ങി. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ ഈ ആത്മനദിയിൽ മുന്നേറുവാൻ, ഈ അഭിഷേക നിറവ് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാം തിരുവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ വാക്കുകളാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുവിൻ. വളരെ അർത്ഥവത്തായൊരു വചനമാണ് യേശു തന്റെ ചുറ്റും കൂടി നിന്ന ഫരിസേയരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നിങ്ങൾ ഓർമ്മിക്കുവിൻ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ വചനം ഉദ്ധരിച്ചത്? ഇതറിയണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാം തിരുവചനത്തിലോട്ട് വരണം. അവിടെ ഫരിസേയർ യേശു ക്രിസ്തുവിനടുത്ത് വന്ന് കർത്താവിനോട് ചോദിച്ചു, ദൈവരാജ്യം എപ്പോഴാണ് സമാഗതമാകുന്നത്? എപ്പോഴാണ് ദൈവരാജ്യം ആഗതമാകുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞു, ദൈവരാജ്യം പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല വരുന്നത് എന്ന് പറഞ്ഞ് തന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി യേശു അവരോട് സംസാരിക്കുകയാണ്. ഇതിന്റെ അവസാന ഭാഗത്താണ് കർത്താവായ യേശു ക്രിസ്തു ഫരിസേയരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർമ്മിക്കുവിൻ. എന്തുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞത്? ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയ ഒരു കാലയളവിലാണ് നമ്മളെല്ലാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി
കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ഫരിസയരോട് ഈ വചനം പറഞ്ഞുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ വലിയ പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതവുമായി ഈ വചനം ബന്ധപ്പെടുത്തുമ്പോൾ. ലോത്തിന്റെ ഭാര്യയുടെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത, ദൈവികമായ അടയാളങ്ങൾ ലഭിച്ചവളായിരുന്നു അവൾ. ദൈവത്തിന്റെ മുന്നറിയിപ്പ് കൃത്യമായി ലഭിച്ചവളായിരുന്നു ലോത്തിന്റെ ഭാര്യ. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അവിടെ സോദോം ഗോമോറ പട്ടണങ്ങൾ വളരെ വഷളത്വത്തിലും എല്ലാവിധ മ്ലേച്ഛതയിലും മുഴുകിയിരുന്നൊരു പട്ടണം. ഈ പട്ടണത്തിന്റെ അശുദ്ധിയുടെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിലെത്തി. എന്നാൽ കർത്താവിന് പ്രത്യേകമായി ലോത്തിന്റെ കുടുംബത്തോട് കരുണ തോന്നി. ദൈവം തന്നെ 2 ദൂതന്മാരെ ലോത്തിന്റെ ഭവനത്തിലേക്ക് അയച്ചു. അതിനുശേഷം എന്താണ് ഈ പട്ടണത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പ് ലോത്തിനും അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ദൈവം കൊടുക്കുകയാണ്. ആ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൂതന്മാർ ചോദിച്ചു, ഇവിടെ നിനക്ക് ആരൊക്കെയുണ്ട്? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലും ഈ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അധിവസിക്കുന്ന പട്ടണം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവമക്കളെ, വളരെ വ്യക്തമായ ദൈവത്തിന്റെ മുന്നറിയിപ്പ് ലോത്തിന്റെ ഭാര്യയ്ക്ക് ലഭിച്ചു. ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഇതുപോലെ പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. തന്റെ അഭിഷിക്തന്മാരിലൂടെ, ദൈവം തന്റെ വചനത്തിലൂടെ, ചില സംഭവങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ, ദൈവം തന്റെ ദാസന്മാരിലൂടെ എല്ലാം അനേകം മുന്നറിയിപ്പുകൾ എനിക്കും നിങ്ങൾക്കും നൽകുന്നുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ജീവിതത്തെ അപ്രകാരം നമ്മൾ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എനിക്കും നിങ്ങൾക്കും സംഭവിക്കുമെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സുഭാഷിതം 29:1 നമുക്ക് കാണാൻ പറ്റും, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബദിക്കും. ഇത് തന്നെ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. ദൈവത്തിന്റെ മുന്നറിയിപ്പ് അവൾക്ക് ലഭിച്ചു. എന്നാൽ വേണ്ട വിധം അവൾ അത് സ്വീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. രണ്ടാമത്തെ പ്രത്യേകത, നമ്മളത് ചിന്തിക്കണേക്ക് മുമ്പ് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ദൈവസ്നേഹം അനുഭവിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ മാധുര്യം നുകർന്ന് ദൈവത്തിന്റെ വഴികൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ, അവൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ എന്തുമാത്രം വലിയ തകർച്ചയാണ് സംഭവിക്കുക എന്ന് ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം ഈ മഹത്വത്തിന് സാന്നിധ്യം എന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്നോടും നിങ്ങളോടും വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. രണ്ടാമത് എന്താ സംഭവിച്ചത്? സ്വർഗം അവളെ തൊട്ടു. ലോത്തിന്റെ ഭാര്യ സ്വർഗത്തിന്റെ സ്പർശനം ലഭിച്ചവളായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അവിടെ 16-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, എന്നാൽ അവൻ മടിച്ചു നിന്നു, കർത്താവിനെ അവനോട് കരുണ തോന്നി. അതുകൊണ്ട് ആ മനുഷ്യ ദൈവദൂതന്മാർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. ദൈവത്തിന്റെ ദൂതന്മാർ ലോത്തിന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ചു. ദൂതന്മാരുടെ സ്പർശനം കിട്ടിയവള്, സ്വർഗത്തിന്റെ സ്പർശനം അനുഭവിച്ചവളായിരുന്നു ഈ ലോത്തിന്റെ ഭാര്യ. എന്നാൽ എന്താ സംഭവിച്ചത്? ഇത് നമ്മളെല്ലാവരും ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരല്ലേ നമ്മൾ? നമുക്ക് എത്രമാത്രം കർത്താവിന് സ്പർശനം കിട്ടിയവരാണ്? സൗഖ്യത്തിന് അനുഭവം, ദൈവസ്നേഹത്തിന് അനുഭവം, അഭിഷേകത്തിന് അനുഭവം, കർത്താവിന്റെ ആ സ്നേഹത്തിന് നിറവൊക്കെ ആവോളം അനുഭവിച്ചറിഞ്ഞ അനേകം മക്കള് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്പർശനം കിട്ടി, സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ
ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നമുക്കും സംഭവിക്കുമെന്ന് തിരുവചനത്തിലുള്ള പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിന് സ്പർശനം കിട്ടിയവളാ, പക്ഷെ എന്താ അവൾക്ക് സംഭവിച്ചത്? ദൈവരാജ്യത്തിന് അവൾ പ്രയോജനമില്ലാത്തവളായി മാറി. അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ഈ ദുരന്തം നമുക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഈ മെസ്സേജ് കർത്താവ് എനിക്കും നിങ്ങൾക്കുമായിട്ട് നൽകുന്നത്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ സപ്പോർട്ട് അവൾക്ക് ലഭിച്ചു. വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിൻഫലം അവൾക്കുണ്ടായതാ. അബ്രഹാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ലോത്തിന് അവന്റെ കുടുംബത്തിന് വേണ്ടി. അതുകൊണ്ട് ദൈവം പ്രത്യേകമായി ലോത്തിന്റെ കുടുംബത്തോട് കരുണ കാണിക്കുവാൻ തിരുമനസായത്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ സോദോം ഗോമോറയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്ന വിവരം ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ സോദോം ഗോമോറയിലെ ജനത്തിനു വേണ്ടി അബ്രഹാം ഹൃദയം നുറുങ്ങി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാ. അബ്രഹാമിന്റെ മധ്യസ്ഥതയുടെ മുൻപിൽ ദൈവം ചലിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അബ്രഹാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ലോത്തിന്റെ ഭാര്യയ്ക്ക് ലഭിച്ചു. പക്ഷേ അത് ലഭിച്ചിട്ടും അവൾക്ക് ദൈവിക പദ്ധതിയിൽ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അനേകർ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല ദൈവമക്കളെ. ഈ പ്രാർത്ഥനയെല്ലാം നമ്മൾ കൃത്യമായി ദൈവത്തിന്റെ പദ്ധതിയിൽ നിർത്തുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ ജീവിക്കുവാനായി പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കുക, രക്ഷയുടെ വാക്കുവരെ അവൾ എത്തി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സകല വഴികളും അവൾക്ക് അറിയാമായിരുന്നു. എങ്കിൽ അവൾ രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടുവാനുള്ള വഴി അവൾക്ക് അറിയാമായിരുന്നു. എന്തായിരുന്നു ആ വഴി? ദൈവം അവൾക്കത് പറഞ്ഞു കൊടുത്തിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് വചനം വെളിപ്പെടുത്തുന്നത്? അവരെ പുറത്തു കൊണ്ട് വിട്ടതിനു ശേഷം ദൈവദൂതന്മാരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്. രണ്ടാമത് പറഞ്ഞു, താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്. മൂന്നാമത് പറഞ്ഞു, മലമുകളിലേക്ക് കയറി രക്ഷപ്പെടുക. നാലാമത് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും. രക്ഷപ്പെടുവാനുള്ള കൃത്യമായ മാർഗം ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള വഴി, നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള വഴി, സൗഖ്യം പ്രാപിക്കാനുള്ള വഴി, അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി, പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും പ്രാപിക്കാനുള്ള വഴി ദൈവം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇത് നമ്മൾ വ്യക്തമായി സ്വീകരിക്കുന്നില്ലെങ്കിൽ, അതറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എനിക്കും നിങ്ങൾക്കും സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഭാഷയിലാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഇവൾക്ക് ഈ മാർഗം അറിയാമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അവിടെ 26-ാം തിരുവചനത്തിൽ വചനം പ്രഖ്യാപിക്കുന്നു, ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ഹല്ലേലൂയ! അവൾ പിന്തിരിഞ്ഞ് നോക്കി. രക്ഷപ്പെടാനുള്ള മാർഗം കൃത്യമായി ദൈവം പറഞ്ഞു കൊടുത്തു. ആ മാർഗത്തിൽ ഇപ്രകാരം ഒരു കൽപ്പനയുണ്ടായിരുന്നു, നിങ്ങൾ ആരും പിന്തിരിഞ്ഞ് നോക്കരുത്, നിങ്ങൾ ആരും പുറകോട്ട് പിന്തിരിയരുത്. എന്നാൽ ഈ ദൈവവചനത്തെ അവൾ ധിക്കരിച്ചു. അവൾ ഈ വചനത്തോട് അനുസരണക്കേട് കാണിച്ചു. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഉപ്പുതൂണായിട്ട് മാറി. ഇന്നും ലോത്തിന്റെ ഭാര്യ ഒരു സ്മാരകമായി അവിടെ നിൽപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കാണ്. ലോത്തിന്റെ ഭാര്യ ഇന്നും ഉപ്പുതൂണായി ഒരു സ്മാരകമായി അവിടെ നിൽപ്പുണ്ട്. ദൈവമക്കളെ, കർത്താവായ യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുക. ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർമ്മിക്കുവിൻ. ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ പരിശോധിക്കുക. ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ കൃത്യമായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? സ്വർഗത്തിന്റെ സാന്നിധ്യം, സ്പർശനം ഞാൻ അനുഭവിച്ചവളായിരുന്നു. പക്ഷേ ആ സാന്നിധ്യത്തിൽ, ആ സ്പർശനത്തിൽ എനിക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഫലം എന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷപ്പെടാനുള്ള വഴിയും മാർഗവും കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടും അത് ധിക്കാരപൂർവം ഞാൻ ധിക്കരിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കുക ദൈവമക്കളെ. ഒരു ആത്മശോധനയ്ക്ക് നമ്മൾ തയ്യാറാവുക. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാ. നമ്മളൊക്കെ പാടുന്നില്ലേ? കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ദൈവത്തിന്റെ മുന്നറിയിപ്പ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നമുക്കും നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും സംഭവിക്കുമെന്ന് ഒരിക്കൽ കൂടെ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. കർത്താവിന്റെ സ്വരം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുവാനും ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമായി നമുക്കൊരുങ്ങാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ, ജീവന്റെ ആഹാരമേ. ആരാധന സ്തുതി സ്തോത്രം, ആരാധന സ്തുതി സ്തോത്രം, ആരാധന സ്തുതി സ്തോത്രം, ആരാധന സ്തുതി സ്തോത്രം. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലേക്ക് സ്വർഗം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കൃപയുടെ സമയമാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ മഹത്വത്തോടെ ഇറങ്ങി വരുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളാണ്. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഇതാ, ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി ഒഴുകപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപുറം തുറന്നു പിടിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കും. മക്കളെ, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കുക. നിങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഇത് സൗഖ്യത്തിന് സമയമാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൃപയുടെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങളെ, തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ, പ്രത്യേകിച്ച് സാമ്പത്തികമായി ഒരുപാട് പരാധീനതകളിൽ മനസ്സ് മടുത്ത് വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ തൊട്ടനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളെ മേൽ കർത്താവെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠന ഭയത്തിൽ പഠിക്കുവാൻ കഴിയാതെ വേദനിച്ചിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങളെ കർത്താവെ ഈ സമയം അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചൊരിയണമേ. ഈ ആരാധന ശുശ്രൂഷയിൽ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ അത്ഭുത സാന്നിധ്യം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോ നൽകുന്ന അഭിഷേകം സ്വീകരിച്ചു പ്രാർത്ഥിക്കും. മക്കളെ, മടുപ്പ് കൂടാതെ നിങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി.